ചണ്ഡിക ദുർഗാ വിദ്യ ഭദ്രകാളി കൃഷ്ണവർണ്ണ മാധവി മഹാവൈഷ്ണവി ശാരദി കുമത വിജയം ഈശാനി ഗൗരി കേവം അമിതനാമങ്ങൾ വർണ്ണിച്ച മഹാചരം കേവലം സേവിച്ചിടുന്നവർക്ക് കാത്തുകൊള്ളേണം നിത്യം ദേവകിയുടെ ഗർഭം നീവിനെ ആകർഷിച്ച് ദേവി രോഹിണി കിഴക്കിലുണ്ടാകുന്ന ബാലന് സംഘർഷണം നീലണ്ടവനെ രാമയജ്ഞത് കൊണ്ടും ഭൂമിയിലെങ്ങും വർണ്ണിച്ചിടും ബലം കൊണ്ടും താമാരനെ ബലവന്തനെല്ലാം പിന്നെയും പല പല കർമ്മങ്ങൾ നിമിത്തമായി അർത്ഥത്തെ ചില നാമധേയങ്ങൾ നമുക്കെല്ലാം സംഭവിച്ചിടും എന്നിങ്ങനെ നിയോഗിച്ചാൽ അമ്പോധനേത്രം നിജയോഗമായി കൃതം തക്ഷണേ ഭഗവന്മാർ എങ്ങണം പരിഗ്രഹിച്ചുക്കമിച്ചത മായാദേവി വസുദേവരെ പത്നി ദേവകിയുടെ ഗർഭം ചിത്രിച്ചു എല്ലാവരും ശബ്ദിച്ചു തുടങ്ങിനാൽ അക്കാലം നാരായണൻ സത്വബുദ്ധിമൻ വസുദേവ ഹൃദയത്തിൽ നിത്യവും ധ്യാനിച്ചിടം ധ്യാനരൂപത്തിൽ ചേർ സത്യരൂപിയും ശോഭിച്ചിടാൻ അത്യത്ഭുതം ഭക്തവത്സവ നിത്യ സാന്നിധ്യം കൊണ്ട് ഭക്തനാമേ മുക്താക്കിയ ഭക്തി ദേവതകൾ ഉൾക്കാവിൽ വളർന്ന് വിപ്രമാണി സംഘബോധം സൂത്രമാർഗേണ അവളുടെ ശുദ്ധമാർഗഭാഷി നിത്യനാം അഖിലേശ ശുക്ലബിന്ദു കടന്നു വേണമെന്നുള്ളൊരു സങ്കൽപ്പാലനലയനായി നിശേഷ ചരാചരാചാര്യ ഭഗവാനാ പക്ഷിയെ പ്രതികളുടെ ശശാങ്കനെ ഗർഭിച്ചു നിൽക്കുമ്പോ ദുർഭകൻ വിളിച്ച് അന്തമത്തിൽ ബന്ധിക്കാൻ ഹസ്തപത്മത്താൽ ആച്ഛാദിച്ച ദൈവത്തെ പുനഃപ്രൈവ പുറത്തങ്ങൾ ശോഭിച്ചിരുന്ന പോലെ വിദ്വാനാമനാർക്കും ബോധിപ്പിക്കാനാകുന്നുണ്ട് സംഗ്രഹിച്ചൊരിക്കൽ നിദ്രിച്ചിടാൻ ഒരു വിധി എന്നതുപോലെ നിസ്തേജസ്വിയായ അത്യന്തം ഗർഭധാരണങ്ങൾ പണ്ടിപ്പോൾ ശോഭിച്ച ഇപ്പോൾ എന്നെ കൊൽവാനായി പ്രധാനായും വന്നിവിടത്തിൽ നിന്ന് അവതാരം ചെയ്യുവാൻ തങ്ങളുടെ സാന്നിധ്യം കൊണ്ടുള്ള ഈ കാണായി വന്നത് എന്ന് തോന്നിയത് കണ്ടാൽ എന്നാൽ ഞാൻ ഇവിടെ തന്നെ കൊല്ലുവാനേറ്റവിടെ നിന്നാലും നല്ലൊരു പെണ്ണിവൾ അടുത്തിളകൾ ഗർഭിണിയല്ലോ പെൺപലയ്ക്ക് ആവത്തൊഴിഞ്ഞ് ഇല്ലൊരു വരനെ സങ്കടം ആയുസ്സിന് വന്നു ചേർന്ന് കേൾപ്പോ ആയുസ് വർദ്ധിച്ചതിനായുള്ള വിചാരം ഇതാകുന്നത് എനിക്കെന്ന് വന്നാലും വരുന്നല്ലോ കേവലം ഇവനെ കൊല്ലുന്നൊരിക്കലും ജീവിതാപത്തോ നരകത്യുണ്ടായി വരും. എന്നാൽ ഞാൻ ഇവിടെ കൊല്ലുന്നൊരിക്കൽ നന്നല്ല പരിവർത്തനയുടെ ഗർഭനന്ദൻ വളർന്നെന്നെ കൊന്നേടുന്നതിന് മുമ്പേ വന്നിരിക്കലും നിർണയം അവനെന്നെ കൊന്നാരെന്നിരിക്കലോ നന്നല്ലോ മോക്ഷം സാധിച്ചിരുന്നല്ലാതെ ഞാൻ പല്ലാതെ രാഷ്ട്രം കൊല്ലാതെ കല്ലതായി വരുമത്രേ നല്ലതായിരുന്നാവോ ഇങ്ങനെ വിജ്ഞാപിതരായ ദർശനങ്ങളങ്ങനെ ഭഗവാൻകൾ ഉറച്ചു ചമഞ്ഞൊരു വിദ്വേഷമത്തി നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉൾക്കാമ്പരേടത്ത് കിടന്നിടുമ്പോഴും കുളിക്കുമ്പോഴും കുരിക്കുമ്പോഴും യഥാരിജി കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ത് വേണ്ട സർവകാലം മനക്കാവിൽ സർവലോകേശം തമ്മിൽ വച്ച ഭയസ്മി സർവകാലം കാണായതും
വിപ്രമം കൊണ്ട് ഹൃദയം ജ്ഞാനത്തോടമേ സർവജാതിയെ ഭക്തി മുക്തി നൽകിയിട്ടുണ്ട്. അങ്ങനെ ചെല്ലുന്ന കാലം ദേവകി ഗർഭത്തികൾ നിങ്ങൾ ജഗന്നാഥനെങ്കിൽ ലോകത്തിൽ മംഗലം നടത്തുന്നതിനായി അവതാരം ചെയ്യുവാൻ അംഗസമ്പൂർണ്ണ ആരംഭിച്ചത് ഇങ്ങനെ ഭക്തിയ സുരേന്ദ്രന്മാരും ഗംഗാതാവൽദാരും സംഘവൈരാഗ്യത്തോടെ തപോധന ഭംഗവന്മാരെല്ലാവരും നാരദവനേന്ദ്രം യക്ഷ കിന്നര ഗന്ധർവ ഉലകാദി അന്തരീക്ഷജാലികളായുള്ളവർ തത്ര സീമനെ നിന്ന് കൽപ്പകസൂരങ്ങൾ പത്രസമ്പുരത്തിലെ എത്രയും അമ്പരഭീതിയിൽ ആകാശത്ത് ദേവീദേവന്മാരും വംശസ്സുകളും ഋഷിമാരും ഗന്ധർവന്മാരും, അതായത് ഏറ്റവും വലിയ ഗന്ധർവ ഉരകാദികൾ, അവരെ ഭഗവാൻ അവതരിക്കുമെന്നറിയാൻ ആ അവതാരം എപ്പോഴാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അമ്പലവേദിയിൽ ഇങ്ങനെ പുഷ്പവൃഷ്ടി നടത്തി പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. അത് അമ്പലവേദിയിൽ അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് വായിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയാണിത്. അതാണ് യജ്ഞശാല വന്ന് വേറെ ഒന്നും ഭാഗവതം കേട്ട പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രാർത്ഥനയാണ് ഇതിൽ പറയുന്നത് മുഴുവൻ. അപ്പോൾ ആ പ്രാർത്ഥന ഉത്തമ പ്രഭോ പരമാത്മനെ എന്ന് നമ്മൾ പറയണം. അവർ പറഞ്ഞത് കേൾക്കുകയല്ല, നമ്മൾ പറയാൻ വേണ്ടി നമുക്ക് അതറിയില്ലല്ലോ എങ്ങനെ പ്രാർത്ഥിക്കണോ. അറിയാമോ എങ്ങനെയാ പ്രാർത്ഥിക്കണം? നമ്മളെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഭഗവാനെ നടുവേദന ശരീരവേദന കല്യാണം നടത്തി തരണം അല്ലേ? എന്താണ് പ്രാർത്ഥന? അത് ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഉത്തമ പ്രഭോ പരമാത്മനേ നമോ നിത്യം തത്വമദ്വയം സർവസാക്ഷ്യം പരമാത്മാനം ശിവസുദാസയം ജ്യോതിർജ്വലം സനാതനം തുൽസനോപരിഞ്ഞെപ്പോഴും തോന്നണമേ സത്യതൽപരനായ തിരുവടിയൊഴിഞ്ഞിട്ട് ലോകത്തെ പരിപാലിപ്പാൻ പറ്റിയവണ്ണം യുദ്ധകാരുണ്യകാരുള്ളതാരുള്ളത് നമസ്കാരം.